ഗുഡ് മോർണിംഗ്. എല്ലാവരും നേരത്തെ തന്നെ എത്തിയില്ലേ? നമ്മൾ 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി പാഠഭാഗത്തെ ഒന്നാമത്തെ ലെസൺ ഋതുഭേദങ്ങളും സമയവും അഥവാ സീസൺ ആൻഡ് ടൈം എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റു വിഷയങ്ങളിലും ക്ലാസ്സുകൾ ഓൺലൈനിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വളരെ വളരെ താല്പര്യത്തോടെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായും എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളുടെ രക്ഷിതാക്കളുടെ പ്രതികരണം ആ രീതിയിലുള്ളതായിരുന്നു. നിങ്ങളുടെ പ്രതികരണം എന്നതിലുപരി സത്യത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നല്ലത് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വളരെ ആസ്വാദ്യകരമായ രീതിയിൽ നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും ആസ്വദിച്ചത് അവരുടെ 1ാമത്തെ ക്ലാസ്സായിരുന്നു. അതേപോലെ ഈ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ തന്നെ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കഥകളുമായിട്ട് മാത്രം കഴിയാനുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അതിനിടയിൽ എനിക്കൊരു കാര്യം അറിയാം, ആ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആ ഒരു പാഠഭാഗം ഒരു പ്രാവശ്യമെങ്കിലും കാണാത്തവരായി ഈ ക്ലാസ്സിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്താ ചിരിക്കുന്നത്? എന്താണ് ഒരു ചിരി? ശരിയാണെന്ന് എനിക്കറിയാം, ഞാൻ കുറ്റം പറയില്ല. കാരണം നിങ്ങൾ ഒരു വട്ടമെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ആ 1ാം ക്ലാസ്സിലെ ജീവിതത്തെക്കുറിച്ച് അയവിറക്കുന്ന ഓർമ്മകൾ നിങ്ങളിലേക്ക് ഓടിയെത്തുമെന്നുള്ള കാര്യം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു പ്രാവശ്യം നിങ്ങൾ കാണണം. പക്ഷേ അവിടെ കുഞ്ഞു പൂച്ചകളുടെ തത്തമ്മയുടെ കഥകളുമായി നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വളർന്നു. വളരെ കാര്യഗൗരവമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമുള്ള, പ്രത്യേകിച്ച് ജിയോഗ്രഫി പോലുള്ള ഒരു വിഷയത്തിൽ, ഭൂമി, സൂര്യൻ എന്നൊക്കെ പറയുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു പാഠഭാഗമായി അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ തീർച്ചയായും അത് നിങ്ങളുടെ ബോധമണ്ഡലത്തിന് വഴങ്ങും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എർത്ത് റെവല്യൂഷൻസ് ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണ്, അഥവാ ഭൂമിയുടെ പരിക്രമണവും സൂര്യന്റെ അയനവും ഉൾപ്പെട്ട ഒരു വർഷക്കാലത്തിനുള്ളിൽ ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇരു അർദ്ധഗോളങ്ങളിലും, ഇൻ ബോത്ത് ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ഡിഫറെന്റ് സീസൺസ്, വിവിധ ഋതുക്കൾ, എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത്, അതേതെല്ലാം ദിവസങ്ങളിലാണ്, ഏതെല്ലാം ഡ്യൂറേഷനിൽ, കാലയളവിലാണ് അത് അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മുൻപാകെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇന്ന് നമുക്ക് നടത്താവുന്നതേയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നേക്കരുത്. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നേക്കരുത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടണം എന്നല്ല പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ എന്നോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണം. നിങ്ങളിലേക്ക് ഞാനും സന്ദർഭത്തിനൊത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരണം. ഇത്തരമൊരു പ്രയാസകരമായ ഒരു വിഷയം, സൗരയൂഥത്തിലെ ആ പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മനസ്സുകൊണ്ട് സഞ്ചരിക്കണം. ഭൂമിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭൂമിയോടൊപ്പം തന്നെ സഞ്ചരിക്കണം.
സൂര്യന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വേളയിൽ നിങ്ങൾ സൂര്യനായിട്ട് മാറണം. ആർ യു റെഡി? യെസ്, വെരി ഗുഡ്. വി ക്യാൻ സ്റ്റാർട്ട്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യന്റെ അയനം കാരണം ഭൂമുഖത്ത് വിവിധ പ്രദേശങ്ങളിൽ വിവിധങ്ങളായ കാലങ്ങൾ ഡിഫറെന്റ് സീസൺസ് ആർ റൈസിംഗ് ഡ്യൂ ടു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആൻഡ് ഓൾസോ എർത്ത്സ് റെവല്യൂഷൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിൽ പ്രധാനമായിട്ടും ആ 365 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലയളവിനുള്ളിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതായ പ്രധാനപ്പെട്ട 4 ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23 and last one December 22. Please listen. We are going to see what happened on these particular 4 days. ഈ 4 ദിവസങ്ങളിൽ ഭൂമിയുടെ പരിക്രമണ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇവിടെ ആദ്യമായി കാണാനുള്ളത്. എന്താ അവിടെ നജ എന്താ അവിടെ ചെയ്യുന്നത്? എന്താണ് ഈ ഡേറ്റുകൾ മാർക്ക് ചെയ്യാണെന്നോ? അതിന് പിന്നീട് സമയം തരും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. നജയും ഫാത്തിമയും അളകനന്ദയും നിങ്ങൾ ഒരു വേളയിൽ ക്ലാസ്സിൽ നിന്നും ഞാൻ പറയുന്നതിൽ നിന്നും ശ്രദ്ധ നിങ്ങളുടേത് പോയിട്ടുണ്ട്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. എഴുതാനുള്ള സമയം ഞങ്ങൾ തരും, ഞാൻ തരും. നിങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, മനസ്സിൽ എഴുതുക. 4 തീയതികൾ: മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ഓക്കെ, യെസ്, സിറ്റ് ഡൗൺ. മാർച്ച് 21 സംഭവിക്കുന്നത് തന്നെയാണ് സെപ്റ്റംബർ 23 സംഭവിക്കുന്നത്. മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ 2 ദിവസങ്ങളിൽ സൂര്യൻ എവിടെ വരുന്നു? ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നു. The source of the energy, that the sun, എവിടെ വരുന്നു? On March 21 and September 23. The apparent position of the sun will be over equator. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ, നേരെ മുകളിലായിരിക്കും. ഇക്വേറ്റർ മീൻസ് ഭൂമധ്യരേഖ. ആ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ സൂര്യൻ വന്നിരിക്കുന്ന ഒരു മാതൃക, ഒരു മോഡൽ പിക്ചർ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ സൂര്യൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇരു അർദ്ധഗോളങ്ങളും, ഭൂമിക്ക് 2 അർദ്ധഗോളം ഉണ്ടല്ലേ? ഒന്ന് നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയർ, ഇവിടെ നമുക്കറിയാം സദേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളം, മറ്റൊന്ന് ദക്ഷിണാർദ്ധഗോളം. ഇവിടെ ഈ സെൻട്രൽ ഭൂമധ്യരേഖയിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന രീതിയിൽ നേരെ വന്ന് നിന്നാൽ എന്താ സംഭവിക്കുക? എവിടെയായിരിക്കും കൂടുതൽ ചൂട്? എവിടെയായിരിക്കും കൂടുതൽ സൂര്യരശ്മികൾ? അല്ലെങ്കിൽ തുല്യമായിരിക്കുമോ? ഓർക്കുക, തുല്യ മധ്യഭാഗത്ത് സെൻട്രൽ പൊസിഷനിലാണ് എന്തുള്ളത്? സൂര്യനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ദിവസങ്ങളിലും മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 സൂര്യൻ ഈ മധ്യരേഖയിൽ ഇക്വേറ്ററിൽ വന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഇവിടെ കൂടുതലായിരിക്കുമോ അല്ല ഇവിടെ കൂടുതലായിരിക്കുമോ? ആലോചിക്കുക, പറയൂ. യെസ്, അബ്ദുള്ള, എന്തായിരിക്കും? യെസ്, തുല്യമായിരിക്കും, ഈക്വൽ. വളരെ ശരിയാണ്, സൂര്യരശ്മികൾ വളരെ ഈക്വൽ ആയിരിക്കും. ഇപ്രകാരം സൂര്യരശ്മികൾ
ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിരിക്കുന്നത് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുമ്പോഴാണ്. ദ ഡ്യൂറേഷൻ ഓഫ് ദി ഡേ ടൈം ആൻഡ് നൈറ്റ് will be equal in both hemisphere, that is northern hemisphere and southern hemisphere. That will happen on 2 days, that is March 21 and September 23. The sun rays received here in both hemisphere is equal. ഭൂമധ്യരേഖയിൽ ഇക്വേറ്ററിൽ സൂര്യൻ വരുമ്പോൾ ഇരു അർദ്ധഗോളങ്ങളിലും സൂര്യരശ്മികൾ തുല്യമായ അളവിൽ ഈക്വൽ എമൗണ്ടിൽ എത്തുന്നു എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഉദാഹരണത്തിലൂടെ ഒരു ഡിസ്പ്ലേ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സപ്പോസ് നിങ്ങൾ സങ്കല്പിക്കുക ഇത് സൂര്യനാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ സൂര്യൻ മധ്യരേഖയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിജ്വലിക്കുന്നു. ഇവിടെ ഇങ്ങനെ കത്തിജ്വലിക്കുമ്പോൾ സൂര്യപ്രകാശം നോർത്തേൺ ഹെമസ്ഫിയറിലും സൂര്യപ്രകാശം സദേൺ ഹെമസ്ഫിയറിലും ഏതാണ്ട് തുല്യമായിരിക്കും. കറക്റ്റ്? ചെറിയൊരു ഉദാഹരണം, വലിയ സാങ്കേതിക സങ്കേതങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയൊരു ഉദാഹരണം. ഇവിടെ ഇക്വേറ്ററിൽ മധ്യരേഖയിൽ സൂര്യൻ നേരെ വരുമ്പോൾ, മധ്യരേഖയ്ക്ക് നേരെ വരുമ്പോൾ ഇരു അർദ്ധഗോളങ്ങളിലും സൂര്യരശ്മികൾ ഈക്വൽ എമൗണ്ട് ഓഫ് സൺറൈസ് റിസീവ്ഡ്. ദാറ്റ്സ് ഓൾ. ഇപ്രകാരം ഭൂമധ്യരേഖയിൽ സൂര്യൻ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇരു അർദ്ധഗോളങ്ങളിലും സൗരോർജം ഒരേ അളവിൽ ലഭ്യമാകുകയും ചെയ്യുമ്പോൾ രണ്ട് ഹെമസ്ഫിയറിലും in both the hemisphere the duration of the daytime and the duration of the night is equal. Such a day is known as വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. ഇംഗ്ലീഷിൽ എന്താ പറയുക? ഇക്വിനോക്സസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ എന്തായിരിക്കും ഇക്വിനോക്സസ്? The days on March 21 and September 23. The apparent position of the sun will be on the equator. That is why the northern hemisphere and southern hemisphere receives the equal amount of sunrise. So the duration of that day and duration of the night is equal. Such days are known as വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ അഥവാ ഇക്വിനോക്സസ്. ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ, ഭൂമി അതിൻ്റെ പരിക്രമണ വേളയിൽ മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുമ്പോൾ ഇരു അർദ്ധഗോളങ്ങളിലും തുല്യമായ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പറയുമ്പോൾ സൂര്യനായും ഭൂമിയായും നിങ്ങൾ മാറുകയും ഒപ്പം എന്നോടൊപ്പം വരികയും വേണം. നിങ്ങളോടൊപ്പം ഞാൻ വരേണ്ട സമയത്ത് ഞാൻ വരുന്നതിന് ശ്രമിക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഓക്കെ? യു സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. യു സ്റ്റാൻഡ് അപ്പ്. വാട്ട് ഈസ് ദ പ്രോബ്ലം? നത്തിങ്. വെരി ഗുഡ്. ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ, ഭൂമധ്യരേഖയിൽ സൂര്യൻ വരുന്ന 2 ദിവസങ്ങൾ മാർച്ച് 21 സെപ്റ്റംബർ 23 ഇരു അർദ്ധഗോളങ്ങളിലും തുല്യമായ സൗരോർജ്ജം ലഭിക്കുന്നത് കൊണ്ട് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. ഇംഗ്ലീഷിലെ ഇക്വിനോക്സസ് എന്നും പറയുന്നു. അടുത്തതായി നമുക്ക് കാണാനുള്ളത് മാർച്ച് 21 ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം, സൂര്യനെ വലയം വെക്കുന്ന ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം
മാർച്ച് 21 ഭൂമിയുടെ ആ പരിക്രമണ വേളയിൽ സൂര്യൻ അതിൻ്റെ അയനം അഥവാ അതിൻ്റെ സാങ്കല്പികമായുള്ള സഞ്ചാരം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആരംഭിക്കുകയാണ്. മാർച്ച് 21 സൂര്യൻ എങ്ങോട്ടേക്ക് പോകും? നോർത്തേൺ ഹെമിസ്ഫിയറിനെ അഥവാ ഉത്തരാർദ്ധഗോളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേകമായ ദിവസം ഞാൻ ഇവിടെ നോട്ട് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായും മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജൂൺ 21 അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണിന്റെ ഭാഗമായിട്ട് സൂര്യൻ മാർച്ച് 21 ആരംഭിച്ച് അതിന്റെ സാന്നിധ്യം, അതിന്റെ പ്രസൻസ് എവിടെ എത്തിച്ചേരുന്നു? ജൂൺ 21 ഉത്തരായന രേഖയില് അഥവാ നിങ്ങൾക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സൂര്യൻ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേരെ വരുമ്പോൾ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഏതിന്റെ അളവ് കൂടുതലായിരിക്കും? ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മധ്യരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ തുല്യമായിരിക്കും. എന്നാൽ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? എമൗണ്ട് ഓഫ് എനർജി, സോളാർ എനർജി റിസീവ്ഡ്, അതിന്റെ നാച്ചർ, അതിന്റെ സ്വഭാവം എസ്പെഷ്യലി ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണല്ലോ. ഞാനായിട്ടൊന്നും പറയില്ല. ഇവിടെ ഉത്തരം പറഞ്ഞത് നിങ്ങളാണെങ്കിൽ ഇവിടെയും ഉത്തരം പറയാനുള്ള കേപ്പബിലിറ്റി, കഴിവ് 10ാം ക്ലാസ്സുകാരായ നിങ്ങൾക്ക് ഉണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങളെ ഞാനൊരു അവമതിക്കുന്ന രൂപത്തിലായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിനെ ഒരിക്കലും കുറച്ച് കാണാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പറയുക. യെസ് അജ്മൽ, ശരിയാണ്, തെറ്റിക്കോട്ടെ, ആരും പൂർണ്ണരല്ല. തെറ്റിൽ നിന്നും ശരിയിലേക്ക് എത്തിയാൽ നമുക്കൊരിക്കലും പിന്നെ തെറ്റ് വരികയുമില്ല. എന്ന് വെച്ചിട്ട് എപ്പോഴും തെറ്റ് പറയണമെന്നുണ്ടോ? ഇല്ല. അറിയാവുന്ന ശരികൾ പറയുക. യെസ്, നോർത്തേൺ ഹെമിസ്ഫിയറില് ഉത്തരാർദ്ധഗോളത്തില് സൗരോർജത്തിന്റെ സൺറൈസിന്റെ അളവ് കൂടുതലായിരിക്കും. അത്തരമൊരു സിറ്റുവേഷനില് പകലിന്റെ ദൈർഘ്യം ഇവിടെ കൂടുതല്, രാത്രിയുടെ ദൈർഘ്യം കുറവും. ഒരിക്കൽ കൂടെ ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. സൂര്യൻ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ ആനുപാതികമായി മുകളിൽ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഉത്തരം. ഉത്തരാർദ്ധഗോളത്തില് സൂര്യരശ്മികൾ വളരെ കൂടുതലായിരിക്കും. സൂര്യരശ്മികൾ വളരെ കൂടിയാൽ പിന്നെ പകലിന്റെ ദൈർഘ്യം കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. സൂര്യരശ്മികൾ കൂടിപ്പോയാൽ ഏതിന്റെ അളവ് കുറവായിരിക്കും? രാത്രിയുടെ അളവ് കുറവായിരിക്കും. രാത്രിയുടെ അളവ് കുറവായിരിക്കും എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങാനുള്ള സമയം കുറവായിരിക്കും. സങ്കടമാവുന്നുണ്ടല്ലേ? പകലന്തിയോളം പഠിച്ച് പിന്നെ കിടന്നുറങ്ങുമ്പോൾ ഇപ്പം കിടന്നല്ലേ ഉള്ളൂ, എന്താ നേരം വെളുത്തോ എന്ന് തോന്നുന്ന അത്തരം പ്രതീതി നമ്മളിൽ ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ ചില മാസങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. അത് അനുഭവപ്പെടുന്നത് ഇത്തരം ഒരു സന്ദർഭത്തിലാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം ഒരു ദിവസത്തെ പറയുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോളിസ്റ്റൈസ്. എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോളിസ്റ്റൈസ് എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് 2ാമത്തെ തീയതി ജൂൺ 21. ആൻസർ ഈസ് വെരി സിമ്പിൾ. ജൂൺ 21 സൂര്യന്റെ സാന്നിധ്യം, അതിന്റെ അയനവും ഭൂമിയുടെ പരിക്രമണവും കാരണം സൂര്യന്റെ സാന്നിധ്യം ഉത്തരാർദ്ധ ഗോളത്തിലെ ഉത്തരായന രേഖയില് അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വരുമ്പോ അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറില് duration of the daytime is long, but the duration of the night is very short. അത്തരമൊരു ദിവസത്തെ ഗ്രീഷ്മ അയനാന്ത ദിനം സമ്മർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിൽ വരുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും.
ഇങ്ങനെ ഇവിടെ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു അർദ്ധഗോളം ഉണ്ട് ഇവിടെ നിൽക്കുന്നു. അതുകൂടെ വളരെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യം നേരെ വിപരീതമായ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് കഴിയും. കാരണം ഇവിടെ പകലിന്റെ ദൈർഘ്യം കൂടാനുള്ള കാരണം ഉത്തരാർദ്ധഗോളത്തില് ഉത്തരായന രേഖയില് സൂര്യന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാ. ഇവിടെ സൂര്യന്റെ സാന്നിധ്യം അത്ര കണ്ടില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ പകലിന് പകരം രാത്രിയുടെ ദൈർഘ്യം വളരെ കൂടുതലായിരിക്കും. എവിടെ? സദേൺ ഹെമിസ്ഫിയറിൽ. കാരണം there is no the presence of sun as compared to northern hemisphere. ഇവിടെ രാത്രിയുടെ ദൈർഘ്യം വളരെ കൂടുതലും, അങ്ങനെ വരുമ്പോ പകലിന്റെ ദൈർഘ്യം ഡ്യൂറേഷൻ ഓഫ് ദി ഡേ ടൈം ഈസ് ഷോർട്ട്. ഇനി നമുക്ക് കാണാനുള്ളത്, കുട്ടികളെ, നേരത്തെ നാം കാണിച്ചതുപോലെ ഇതൊരു സൂര്യ തേജസ്സായി നാം സങ്കല്പിക്കുകയാണെങ്കിൽ മധ്യരേഖയിൽ നമ്മൾ സൂര്യൻ ഇവിടെ വെച്ചപ്പോൾ തുല്യമായി ഇരു അർദ്ധഗോളങ്ങളിലും സൂര്യരശ്മികൾ ലഭിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉത്തരായന രേഖയിൽ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആ വസ്തുത നിങ്ങൾ പറഞ്ഞും കഴിഞ്ഞു. ആ പ്രതിഭാസം, ആ ഫിനോമിന, ദാറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദി ഡേ ടൈം ഈസ് വെരി ലോങ് but the duration of the night is very short. Such a day is known as ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോളിസ്റ്റൈസ്. വീണ്ടും നമ്മൾ ഈ ഭൂപടത്തിലേക്ക്, ഈ ഗ്ലോബിലേക്ക് വരികയാണെങ്കിൽ മാർച്ച് 21 ശേഷം സൂര്യൻ അതിന്റെ അയനഘട്ടത്തിൽ വീണ്ടും എങ്ങോട്ടേക്ക് വരികയാണ്? മധ്യരേഖയിൽ വരികയാണ്. സെപ്റ്റംബർ 23 on the day September 23 the sun will be over equator. In such a situation the same phenomena is happening, that is the amount of sun rays received northern hemisphere and southern hemisphere is equal. We already mentioned earlier. Okay, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വീണ്ടും മാർച്ച് 21 സംഭവിച്ച അതേ പ്രക്രിയ, ഒരു മാറ്റവും ഇല്ല. സെപ്റ്റംബർ 23 സൂര്യൻ തിരിച്ചിവിടെ വരുമ്പോൾ, ഭൂമധ്യരേഖയിൽ വരുമ്പോൾ, ഇക്വേറ്ററിൽ വരുമ്പോൾ സൺറൈസ് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വിനോക്സസ്. നേരത്തെ പറഞ്ഞതാണ്, അത് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും സൂര്യൻ അതിൻ്റെ അപ്പാരന്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നേരെ വരികയാണ്. എപ്പോഴാ വരുന്നത്? The sun will be over Tropic of Capricorn അഥവാ ദക്ഷിണായന രേഖ. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു 23.5 ഡിഗ്രി യെസ്, 23.5 ഡിഗ്രി സൗത്ത്. സൂര്യൻ എവിടെ എത്തി? ഓൺ ദ ഡേ ഓഫ് December 22 the sun will be just above the Tropic of Capricorn അഥവാ ദക്ഷിണായന രേഖ. What will happen in such a situation? You can follow the process as compared to the phenomena that happened on June 21st in northern hemisphere. Can you guess? ഊഹിക്കാൻ പറ്റുമോ? ഇവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? On the day of December 22 when the sun is over Tropic of Capricorn അഥവാ ദക്ഷിണായന രേഖയിൽ വരുമ്പോൾ ഇവിടെ കൂടുതൽ എന്തുണ്ടാവും? പറയാ, the sunrise received in southern hemisphere is very very large as compared to northern hemisphere. In such a situation
The duration of the daytime is very long, but the duration of the night is very short in southern hemisphere. ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ വരുമ്പോൾ പകലിന്റെ ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുതൽ, രാത്രിയുടെ ദൈർഘ്യം കുറവും. അത്തരമൊരവസ്ഥയെ പറയുന്ന പേരാണ് ശൈത്യ അയനാന്ത ദിനം അഥവാ വിന്റർ സോളിസ്റ്റൈസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോളിസ്റ്റൈസ് ആൻഡ് വിന്റർ സോളിസ്റ്റൈസ്. ഈ ഭാഗത്ത് വിഷുവങ്ങള് ഈ ഭാഗത്ത് പറഞ്ഞു, ഈ ഭാഗത്ത് ഗ്രീഷ്മ അയനാന്ത ദിനം പറഞ്ഞു. ഗ്രീഷ്മ അയനാന്ത ദിനം പഠിച്ചാൽ എന്തുകൂടെ പഠിക്കാൻ എളുപ്പമാണ്? വിന്റർ സോളിസ്റ്റൈസ് അഥവാ ശൈത്യ അയനാന്ത ദിനവും പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. ഇത്രയും പറഞ്ഞതിലൂടെ ആ 4 ദിവസങ്ങളിലെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ 4 ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ് ആണ്. ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോളിസ്റ്റൈസ് ആണ്. പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനമാണ്, വിന്റർ സോളിസ്റ്റൈസ്. അതിൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഭൂമിയിലെ 2 അർദ്ധഗോളങ്ങളിലുമായിട്ട് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണ് അഥവാ സൂര്യന്റെ അയനവും എർത്ത് റെവല്യൂഷനും കാരണം അഥവാ ഭൂമിയുടെ പരിക്രമണവും കാരണം 2 അർദ്ധഗോളങ്ങളിലും 4 വ്യത്യസ്തമായ സീസൺസ്, ഋതുക്കൾ അനുഭവപ്പെടുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ഒരു കാലാവസ്ഥയ്ക്ക്, ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഋതുവിന്, ഒരു കാലഘട്ടത്തിന് ഏതാണ്ട് നേരെ വിപരീതമായ ഒരു അവസ്ഥയായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുക. അതിവിടെയും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 അർദ്ധഗോളങ്ങളിലും ഇൻ ബോത്ത് ഹെമസ്ഫിയർ there will be 4 different seasons are arising or experiencing that happened. They are given below in a table and you can watch the table as follows. ഇവിടെ മാസങ്ങൾ, മന്ത്സ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണ്, സീസൺ അഥവാ ഋതുക്കൾ, അതിൽ തന്നെ നോർത്തേൺ ഹെമസ്ഫിയർ ആൻഡ് സദേൺ ഹെമസ്ഫിയർ. നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഈ ദിവസങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പട്ടികയിലെ മുഴുവൻ വിശദാംശങ്ങളും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിയും. അതിൽ ഫസ്റ്റ് ഫ്രം മാർച്ച് 21 ടു ജൂൺ 21 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യന്റെ അയനം ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരിക്കും. നമ്മൾ അതുപോലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അഥവാ നോർത്തേൺ ഹെമസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ഋതു എന്ന് പറയുന്നത് സ്പ്രിംഗ്, വസന്തം. നമ്മൾ അന്ന് പറഞ്ഞില്ലേ, പുഷ്പിച്ചും തളിർത്തും വരവായി വസന്തം, സ്പ്രിംഗ് സീസൺ. പക്ഷേ നമ്മുടെ സൗത്ത് ഹെമസ്ഫിയറിൽ, സദേൺ ഹെമസ്ഫിയറിൽ, ദക്ഷിണാർദ്ധഗോളത്തില് ആ സമയത്ത് ഏതാ കാലം? ഓട്ടം, ഹേമന്തം. ഇവിടെ വസന്തം വന്നത് പുഷ്പിച്ചും തളിർത്തും, ഇവിടെയോ ഹേമന്തം, ഇലകളെല്ലാം പൊഴിച്ചുകൊണ്ട് നേരെ വിപരീതമാണ്. രണ്ടാമത്തെ ഘട്ടം വീണ്ടും നമ്മൾ ഇവിടെ കണ്ടതുപോലെ തന്നെ ഫ്രം ജൂൺ 21 ടു സെപ്റ്റംബർ 23 ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ വിൽ ബി ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ഇക്വേറ്റർ. ആൻഡ് വാട്ട് വിൽ ബി ദ സീസൺ ഇൻ ബോത്ത് ഹെമസ്ഫിയർ? വെരി സിമ്പിൾ. നോർത്തേൺ ഹെമസ്ഫിയറിൽ സമ്മർ സീസൺ അഥവാ വേനൽക്കാലം, ഗ്രീഷ്മകാലം. വേനൽക്കാലത്തിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം, തണുത്ത് വിറച്ച് കഴിയുന്ന ഒരു കാലം. ഏതാണ് ആ കാലം? ശൈത്യകാലം, വിന്റർ സീസൺ. നോർത്തേൺ ഹെമസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിലെ
വേനൽക്കാലമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തില് സദേൺ ഹെമിസ്ഫിയറില് വിന്റർ അഥവാ ശൈത്യം. വീണ്ടും നമ്മൾ ഈ ഗ്ലോബിന്റെ ഭാഗത്ത് പറഞ്ഞ അതേ സംഗതിയിൽ തന്നെ ഈ പട്ടികയിൽ ആവർത്തിക്കുന്നു. ഫ്രം സെപ്റ്റംബർ 23 കണ്ടോ, ഫ്രം സെപ്റ്റംബർ 23 the apparent movement of the sun will be from September 23 to December 22. The apparent movement of the sun will be from equator to Tropic of Capricorn. Tropic of Capricorn. Tropic of Capricorn. എന്തായിരിക്കും ഉത്തരാർദ്ധഗോളത്തിലെ കാലാവസ്ഥ, ഋതു, കാലഘട്ടം, സീസൺ? നേരെ ഓപ്പോസിറ്റ്. ഇവിടെ സ്പ്രിംഗ് പറഞ്ഞപ്പോൾ ഇവിടെ ഓട്ടം, എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയി തിരിഞ്ഞു വരികയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ സീസൺ ദാറ്റ് എക്സ്പീരിയൻസസ് ദർ. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഓട്ടമാണെങ്കിൽ, ഹേമന്തമാണെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തില് സമ്മർ, നോ സ്പ്രിങ്. ദക്ഷിണാർദ്ധഗോളത്തില് സ്പ്രിങ്, നോർത്തേൺ ഹെമിസ്ഫിയറില് ഓട്ടം. നാലാമത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. ഫ്രം ഡിസംബർ 22 വീണ്ടും മൂപ്പർ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? സൂര്യൻ മധ്യരേഖയിലേക്ക് പോകും. അതെപ്പോഴാ? മാർച്ച് 21 വീണ്ടും സൂര്യൻ അതിന്റെ സ്ഥാനം ഭൂമധ്യ രേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫ്രം ഡിസംബർ 22 ടു മാർച്ച് 21. അഗെയിൻ മാർച്ച് 21. കണ്ടോ, മാർച്ചിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്, വീണ്ടും മാർച്ചിലേക്ക് എത്തി. അങ്ങനെ വരുമ്പോ ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, ദാറ്റ് ഈസ് സൂര്യന്റെ അയനം, വിൽ ബി ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ഇക്വേറ്റർ. അഥവാ സൂര്യന്റെ സാന്നിധ്യം ദക്ഷിണായന രേഖയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ഭൂമധ്യരേഖയിലേക്ക് പോകുന്നു. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാലാവസ്ഥ, ഉത്തരാർദ്ധഗോളത്തിലെ കാലാവസ്ഥ വിന്റർ. അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിലെ കാലാവസ്ഥ അതിന് നേരെ വിപരീതം, ഗ്രീഷ്മം അഥവാ സമ്മർ. ഇത്തരത്തില് നമുക്ക് ഈ ക്ലാസ് കൊണ്ട് വളരെ വ്യക്തമായും മനസ്സിലാക്കേണ്ടത് സൂര്യന്റെ അയനവും ഭൂമിയുടെ പരിക്രമണവും ഭൂമുഖത്ത് വ്യത്യസ്തമായ 2 അർദ്ധഗോളങ്ങളിലും വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ 4 വൈവിധ്യമാർന്ന കാലാവസ്ഥ അഥവാ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അനുഭവപ്പെടുന്നത് 4 കാലം തന്നെയാണ്, പക്ഷേ ഒരേ സമയം അനുഭവപ്പെടുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു അറിവ് നമ്മളിലേക്ക് എത്തുന്നതിന് ഈ ഒരു ചുരുങ്ങിയ സമയത്തെ പാഠഭാഗം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞതിലൂടെ നമുക്ക് 2 കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ അവതരിപ്പിക്കാൻ കഴിയേണ്ടതാണ്. ആ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഉത്തരായനം, ദക്ഷിണായനം. എന്താണ് ഉത്തരായനം, എന്താണ് ദക്ഷിണായനം? കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളോട് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ പറഞ്ഞതിൽ തന്നെ ഉത്തരായനവും ഉണ്ട്, ദക്ഷിണായനവും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോളിസ്റ്റൈസിന് ശേഷം സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ഉത്തരായന രേഖയിലേക്ക് അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്, ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. ആ ഒരു കാലയളവിനെയാണ് എന്ത് പറയുന്നത്? ഉത്തരായനം എന്ന് പറയുന്നത്. അതേസമയം എന്താ ദക്ഷിണായനം? ഗ്രീഷ്മ അയനാന്ത ദിനത്തിന് ശേഷം അഥവാ അന്നത്തെ ദിവസത്തിന് ശേഷം അഥവാ സമ്മർ സോളിസ്റ്റൈസിന് ശേഷം ജൂൺ 21 സൂര്യൻ അതിന്റെ സാന്നിധ്യം എങ്ങോട്ടേക്ക് വരുന്നു? ദക്ഷിണായന രേഖയിലേക്ക്. ദാറ്റ് മീൻസ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും സൂര്യൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് വരുന്നു. ഈ കാലയളവാണ് എന്ത് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. ഏത് ഭാഗത്തേക്കാണോ പോകുന്നത്? ഇത് ഉത്തരഭാഗത്തേക്ക് പോകുന്നു, ഉത്തരായനം. ഇവിടെ ദക്ഷിണായന ഭാഗത്തേക്ക് വരുന്നു, ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുന്നു. ദക്ഷിണായന രേഖയിലേക്ക് ലക്ഷ്യം വെച്ച് കൊണ്ടുവരുമ്പോൾ അത് ദക്ഷിണായന കാലം.
ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്താ പറയുക? The northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is known as Uttarayanam. Whereas Dakshinayanam means the southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn. That is Dakshinayanam. From northern hemisphere ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ വരുമ്പോൾ അത് ദക്ഷിണായനം. ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ദാറ്റ്സ് ഓൾ. ഈ പാഠഭാഗത്തിന്റെ ഒരു പ്രധാന ഭാഗം നമ്മൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രതിഭാസങ്ങളിൽ ഇക്വിനോക്സിസിലും സമ്മർ സോളിസ്റ്റൈസിലും കാൻഡിൽ ഫ്ലെയിമിൻ്റെ മെഴുകുതിരിയുടെ സഹായത്തോടെ നമ്മളിവിടെ ആ പ്രതിഭാസങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ വിൻ്റർ സോളിസ്റ്റൈസിൽ അഥവാ ഡിസംബർ 22 സംഭവിക്കുന്ന വിൻ്റർ സോളിസ്റ്റൈസിൽ നമ്മൾ മെഴുകുതിരിയുടെ വെട്ടം കൊണ്ടുവന്നിട്ടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ സമ്മർ സോളിസ്റ്റൈസിൽ സംഭവിക്കുന്ന അതേ കാര്യമായിരിക്കും വിൻ്റർ സോളിസ്റ്റൈസിൽ സദേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. Finally, we can conclude our class. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള 2 വർക്ക്, ക്വസ്റ്റ്യൻ ആൻസർ. The first question is, prepare a note containing the important phenomena that experiences in the both hemisphere due to earth revolution and the apparent movement of the sun. മലയാളം മീഡിയത്തിലെ കുട്ടികൾ എഴുതേണ്ടത് ഭൂമിയുടെ പരിക്രമണവും സൂര്യന്റെ അയനവും കാരണം ഇരു അർദ്ധഗോളങ്ങളിലും ഉണ്ടാകുന്ന വിവിധങ്ങളായ പ്രതിഭാസങ്ങളെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അതിൽ വരേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇക്വിനോക്സിസ്, വിഷുവങ്ങള്, സമ്മർ സോൾസ്റ്റൈസ്, ഗ്രീഷ്മായനാന്തം, വിന്റർ സോൾസ്റ്റൈസ്, ശൈത്യായനാന്തം. ഒപ്പം അതോടൊപ്പം വരേണ്ടത് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. അത്രയും വരുമ്പോൾ ആ ചോദ്യത്തിന്റെ ആൻസർ വിവരിച്ച് കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 2, prepare a chart showing the different forms of seasons that experiences in the northern hemisphere and southern hemisphere due to earth revolution and apparent movement of the sun. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ചോദ്യം ഇപ്രകാരമായിരിക്കും: ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അനുഭവപ്പെടുന്ന 4 വ്യത്യസ്തമായ ഋതുക്കൾ അഥവാ കാലങ്ങൾ ഒരു പട്ടിക രൂപത്തിൽ തയ്യാറാക്കുക. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ക്ലാസ്സും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ വർക്കുകളൊക്കെ വളരെ ഭംഗിയായി ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കാണാം.